കടുത്ത ചൂടിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ നിറവോടെയാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ രാഷ്ട്രീയ നിലപാടുകൾ തന്നെയായിരുന്ന ഈദ് സന്ദേശത്തിലെ പ്രധാന വിഷയങ്ങൾ. മതേതരത്വത്തിലും ജനാധിപത്യത്തിനും ശക്തി പകരാൻ വേണ്ടി വോട്ട് ഉപയോഗിക്കണമെന്ന് കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുല്ലേപ്പടി ജുമാ മസ്ജിദ് ഇമാം സലാഹുദ്ദീൻ മദനി പറഞ്ഞു. മധ്യ കേരളത്തിൽ ഇത്തവണ ചുട്ടുപൊള്ളുന്ന വെയിലാണ് ഉണ്ടായിരുന്നത്. പലയിടങ്ങളിലും 40-നോടടുത്ത താപനില സ്ഥിരമായിരുന്നു. ഇതിനിടെയാണ് വിശ്വാസികൾ പെരുന്നാൾ നോമ്പ് അനുഷ്ഠിച്ചത്. കലൂർ സ്റ്റേഡിയത്തിലാണ് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഈദ് നമസ്കാരം നടന്നത്. നിരവധി വിശ്വാസികൾ നമസ്കാരത്തിനായി ഇവിടേക്കെത്തി. കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും പരസ്പരം പങ്കുവെക്കലിന്റെയും ആഘോഷം കൂടിയാണ് ഈദ്. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് വ്രതശുദ്ധിയോടെ എല്ലാവരും ഒരേ മനസ്സോടെ പ്രാർത്ഥനകളിൽ മുഴുകി. നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന വേളയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേതെന്ന് ഇമാം ഈദ് സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ശക്തി പകരാൻ വേണ്ടി വോട്ട് ഉപയോഗിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. നാം ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് പ്രിയമുള്ളവരെ. കഴിഞ്ഞ കാലങ്ങൾ നടന്നുപോലെയുള്ള ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പായി ഇതിനെ ദയവ് ചെയ്ത് കാണരുത്. ഇത് നിലനിൽപ്പിന്റെ, ഇവിടെ ജീവിച്ചു പോന്നതിന്റെ വസ്തുതയെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ എല്ലാ വോട്ടുകളും ഈ പറഞ്ഞ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ശക്തി പകരുന്ന ഇന്ത്യൻ ഭരണഘടന ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ധ്രുവീകരണം നടത്താൻ പാടില്ല എന്ന് ചിന്താഗതിയുള്ള ആ ഒരു വിഭാഗത്തെ അങ്ങോട്ട് ഏറ്റാൻ വേണ്ടിയുള്ള ഭഗീരഥ യജ്ഞം ഈ റമദാന് ശേഷം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അതിന് എല്ലാവരെയും പ്രാപ്തരാക്കുകയും വേണം എന്നുകൂടി ഉണർത്തുന്നു. സാന്ദർഭികമായി എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി. ബന്ധുക്കളെ സന്ദർശിക്കുക, രുചികരമായ ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പെരുന്നാൾ ദിനത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.